പത്തനംതിട്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഡേവിഡിനും നാഗേന്ദ്രനും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മാളവികയാണ് അവരെ ചതിച്ചതെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും അഭിസാറിനാണെങ്കിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ മാളവികയുടെ അടുത്ത് ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് അവനെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ, അവനാണെങ്കിൽ എല്ലാവരെയും വിശ്വസിക്കുന്നൊരു ടൈപ്പ് ആയിപ്പോയി. അപ്പം ആമ്പിള്ളേരല്ലേ, അപ്പം എന്തെങ്കിലും അവിടുത്തെ ചെറിയ അടുപ്പവും കാര്യങ്ങളൊക്കെ തോന്നി കാണുമായിരിക്കും. അതുകൊണ്ടാണ് അവനിക്ക് മാളവികയെ സംശയം തോന്നാതിരുന്നതാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, ഇപ്പം അബി സാറിനെ ആണെങ്കിലും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടും എനിക്ക് പോലും മാളവികയെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ രീതിയിലാണല്ലോ അവൾ ഇവിടെ പെരുമാറാൻ വെക്കുകയൊക്കെ ചെയ്ത ഒരു സംശയങ്ങളും കാര്യങ്ങളും ആർക്കും തോന്നാത്ത രീതിയാണല്ലോ ഇവിടെ അവളെല്ലാം എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹത്തിലൊക്കെ അവൾ ഇടപഴകിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവളാണെങ്കിൽ ഇവിടെ ശമ്പളവും കൈപ്പറ്റിയിട്ടാണെങ്കിൽ നമ്മളെ ചതിച്ചിട്ട് ഇവിടുത്തെ എല്ലാ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ അവൾ ഇരുന്നത്. അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ്റെ അടുത്താണെങ്കിൽ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, സാറേ എന്താ ചെയ്യാനാ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നാഗേന്ദ്രൻ പറയുന്നത്, എന്ത് ചെയ്യാനാ, അവളെ കൊന്നു കളഞ്ഞേക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നെ ചതിക്കുന്നവരെ ഞാൻ വെറുതെ വിടത്തില്ല, അവളെ കൊന്നേക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിലും മാളവികയെ കൊല്ലാൻ വേണ്ടിയൊക്കെ കൊട്ടേഷനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതാരാ ഡേവിഡ് സാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതെന്നൊക്കെ നമ്മൾ നവ്യയ്ക്ക് ഇങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ നവ്യ കേൾക്കുന്നുണ്ട്. ഇതണക്ക് ഇവരാണെങ്കിലും മാളവികയെ കൊല്ലാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നവ്യ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇനി ഇയാളാണോ ഇനി ഡേവിഡ് സാറിനോട് കൂടെ നിൽക്കുന്ന ആളാണോ ആദർശമായിട്ട് അന്വേഷിക്കുന്ന ആളെന്നൊക്കെ ഒരു സംശയമൊക്കെ നമ്മുടെ മനസ്സിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ മാളവികയുടെ ജീവിതം അപകടത്തിലാണല്ലോ, എത്രയും പെട്ടെന്നാണെങ്കിൽ നിനക്ക് കൂട്ടുകാരെ അറിയിക്കണമെന്നൊക്കെ നമ്മൾ നവ്യ ഉടനെ കൂട്ടുകാരെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് നീ എത്രയും പെട്ടെന്ന് ആദർശേട്ടന് മെസ്സേജ് അയക്കണം, ഇതേപോലെ മാളവികയുടെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ ഉള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആദർശേട്ടനെ അന്വേഷിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഇവിടെ ഓഫീസിലുണ്ടെന്നൊക്കെ നവ്യയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾ ആദർശേട്ടൻ ഫോളോ ചെയ്യണമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ കൂട്ടുകാരി എടുത്ത് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജുകൾ ആദർശേട്ടന് അയക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശനാണെങ്കിൽ ആ ഒരു കൂട്ടുകാരി മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നവ്യയാണെങ്കിൽ ആകെ ഒരു ടെൻഷനായി നിൽപ്പുണ്ട്. ഇനിയിപ്പം ഇവയാൾ എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരാളാണല്ലോ, ഇനിയിപ്പം ഇവർ നേരെ നയനയുടെയും അതുപോലെ തന്നെ നമ്മൾ ആദർശേട്ടൻ്റെയും നേർക്ക് തിരിയോ എന്നൊക്കെ ഒരു സംശയം ഒരു പേടി നമ്മളെ നവ്യയ്ക്ക് ഉണ്ട് കേട്ടോ. കാര്യം ഇവർ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി മടിക്കാത്ത ആൾക്കാരാണല്ലോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ നമ്മൾ നവ്യയുടെ മനസ്സിൽ കയറി കൂടുന്നുണ്ട്. അപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവർക്ക് എൻ്റെ മേളിലൊരു സംശയങ്ങളും കാര്യങ്ങളും തോന്നാത്ത രീതിയിൽ ഞാനിവിടെ ഇനി ഇവരെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആദർശേട്ടനൊക്കെ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ നവ്യ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് നേരെ മാളവികയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്ന് കാണുന്ന ആ സ്ഥലത്ത് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാളവിക അടുത്ത്. അങ്ങനെ മാളവിക അവിടെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇതണക്ക് എനിക്ക് എപ്പോഴും ഒരാൾ മെസ്സേജ് അയക്കും, പക്ഷേ ആ മെസ്സേജ് അയക്കുന്നതെല്ലാം സത്യമായ കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കണക്ക് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മാളവികയുടെ ജീവന് വധഭീഷണി ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നതെന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ മാളവിക ആദ്യം ഇങ്ങനെ ചിരിച്ച് തമാശയായിട്ടൊക്കെ കളയുന്നുണ്ടെങ്കിലും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല മാളവിക ഇതെന്തായാലും സീരിയസ് ആയിട്ട് എടുക്കാനുള്ളതാ, എനിക്ക് വരുന്ന ഈ മെസ്സേജ് എല്ലാം എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ ആദർശനാണെങ്കിലും മാളവികയാണെങ്കിലും ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. കാര്യം ആദർശനൊക്കെ വേണ്ടി സഹായിച്ചിട്ടാണല്ലോ മാളവികയ്ക്ക് ഈ ഒരു അവസ്ഥ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശിൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.